ഗായ്സ്, അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ വിഷു ബമ്പറിൻ്റെ നറുക്കെടുപ്പ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നടക്കുന്നതാണ്. ലൈവായിട്ട് കാണിച്ചു തരാം എന്താ സംഭവം. എൻ്റെ 2 ടിക്കറ്റാണ് ഉള്ളത്. സോ അതിൻ്റെ ടിക്കറ്റിൻ്റെ വിവരങ്ങളും അതിൻ്റെ പ്രൈസ് മണിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടി വിയിൽ. നമുക്കത് ലൈവായിട്ട് കേൾക്കാം. നമുക്ക് നോക്കാം. എൻ്റെ 2 ഉണ്ട്, 2 സീരീസ്. ഒന്ന് VB ഉണ്ട്, VC ഉണ്ട്. സോ ലെറ്റ്സ് സീ എന്തരാകുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാം സമ്മാനം ദാ എടുത്തിരിക്കുകയാണ്. VC. അടിച്ചില്ല, സ്വാഭാവികം. VC 490987 വിഷു ബമ്പർ കിട്ടിയിരിക്കുന്നത്. പോയി കേട്ടാ. ഒന്നാം സമ്മാനം പോയി ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത നോക്കാം. രണ്ടാം സമ്മാനം 1 കോടി രൂപ നോക്കാം. VA ആണ്. VB സീരീസ് നമ്മുടെയാണ്. നോക്കാം ഉണ്ടോ ഇല്ലയെന്ന്. ഒന്നുമില്ല കാര്യം. കഴിഞ്ഞ തിരുവോണം ബമ്പറിന് അന്ന് ഇത് കണക്കായിരുന്നു. ഓരോ നോക്കിക്കൊണ്ടിരിക്കും, ഒന്നുമില്ലാന്ന് മനസ്സിലാവും. അപ്പോൾ തന്നെ $42, $99 ഇല്ല. VB സീരീസ് നമ്മൾ എടുത്തായിരുന്നു. നമുക്ക് VB സീരീസും ഉണ്ട്, VE സീരീസും ഉണ്ട്. 2 സീരീസ് നമ്മൾ എടുത്തായിരുന്നു. അടുത്ത VC സീരീസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. VC സീരീസ് ആണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. D സീരീസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. VD സീരീസ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് VE. VE സീരീസ് നമ്മുടെയാണ്. 5654. അതുമല്ല, നമുക്കത് കിട്ടിയിട്ടില്ല. 12 കോടി പോയി, 1 കോടി രണ്ടാം സമ്മാനം പോയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത് നോക്കാം. മൂന്നാം സമ്മാനം 60 ലക്ഷം. 10 വെച്ച് 6 സീരീസിന് നോക്കാം.
ആലപ്പുഴയ്ക്ക് ഇത്തവണ ഒന്നാം സ്ഥാനം കിട്ടിയേക്കുന്നത്. ആലപ്പുഴ ഇപ്പോൾ എടുത്താൽ മതിയായിരുന്നു. മിസ്സായിപ്പോയി. ചുമ്മാ പറഞ്ഞു കേട്ടോ, ഇതൊക്കെ ജസ്റ്റ് തമാശ എടുക്കുന്നത്. അതില്ല. PB സീരീസ് 3rd പ്ലേസും ഇല്ല. അവസാനമുള്ള 300 രൂപയെങ്കിലും കിട്ടുമോ എന്നറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ലോട്ടറി ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞത് പ്രോബബിലിറ്റി ഇപ്പം 54 ലക്ഷം ടിക്കറ്റൊക്കെ അടിക്കുന്നതാണ് അവർ. ഇപ്പോൾ പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് എടുക്കാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ ഉള്ള കാശ് കയ്യിരിക്കും. ഇതെന്തോ കള്ളത്തരമുണ്ട് ശരിക്കും മെഷീന്. ശരിക്കും പറയാലോ, എൻ്റെ നമ്പറിൽ അതില്ല. ഈ 668 680 എത്തി. ഒന്നാം സമ്മാനം ആലപ്പുഴ പോയി, 2 പോയി, 3 പോയി. ലാസ്റ്റ് 5ാമത്തെ പ്രൈസാണ്. ഇതും കൂടെ നോക്കാം നമുക്ക്. ഇല്ല ഗായ്സ്, ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. എല്ലായിടത്തും ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ എടുക്കാൻ പാടില്ല. കാരണം അടിക്കുന്ന പ്രോബബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. പിന്നെ ശരിക്കും ഇത് തമാശയ്ക്ക് എടുത്തേനോ, ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് അവർക്ക് ജീവിക്കാൻ കിട്ടും. ആ ഒരു രീതിയിൽ എടുത്തതാണ്, അല്ലാതെ അടിക്കണമെന്ന് വെച്ചൊന്നും എടുത്ത സംഭവമല്ല. കഴിഞ്ഞ വർഷം ഞാൻ ഈ തിരുവോണ ബമ്പറൊക്കെ എടുക്കാറുണ്ട്. തിരുവോണം, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയൊക്കെ വരുന്ന വലിയ പ്രൈസുള്ള എടുക്കാറുണ്ട്. ജസ്റ്റ് കാരണം ഈ ടിക്കറ്റ് വിൽക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ടിക്കറ്റ് അവർ വിൽക്കുമ്പോഴാണ് ശരിക്കും അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നത്. 40-50 രൂപയ്ക്ക് അവർക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ടിക്കറ്റ് വിൽക്കുമ്പോഴാണ്. ബാക്കിയുള്ളതൊക്കെ വെറും തുച്ഛമായ കാശാണ് അവർക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാൻ സമാധാനിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണെന്ന് അങ്ങനെ എടുക്കാം. ടിക്കറ്റ് അടിക്കാൻ തന്നെയാണല്ലോ എല്ലാവരും എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് എടുത്തും അടിച്ചില്ല. നന്ദിയുണ്ട്. 1ാം സമ്മാനം നമ്മുടെ ആലപ്പുഴ ചേർത്തലയുള്ള ആക്കാനാണ്. ഭാഗ്യവാൻ ഇത്തവണ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട്
അടുത്ത വർഷം നോക്കാം. അടുത്ത വർഷം ഞാൻ എടുക്കും കേട്ടോ. എല്ലാ വർഷവും ഇനി എടുക്കാൻ തീരുമാനിച്ചു. വേറൊന്നും കൊണ്ടല്ലേ, ഭാഗ്യം ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ എന്തെങ്കിലും ഒരു ദിവസം. അതിനുവേണ്ടി മാത്രം. താങ്ക് യു.